ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. അവങ്ങളെ ദൈവത്തിന് അനന്തമായ കാരുണ്യം, അനന്തമായ നിനക്ക് അനന്തമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ലിമിറ്റഡ് പെർസെപ്ഷനേ ഉള്ളൂ. അനന്തമായ കണ്ടിന്യൂസ്, ഇറ്റ് ഫ്ലോസ്. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു കരുണയാണ്. ഇതിങ്ങനെ അവസാനമില്ലാത്തൊരു കരുണയാണ്. ചെന്നി പറഞ്ഞേ ഹല്ലേലൂയ, ചെന്നി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന് വലിയ കാരുണ്യം. ഒരു പുതിയ മാസം, തിരുരക്തത്തിന്റെ മാസം, ജൂലൈ മാസം. ഈശോയെ ഞങ്ങളുടെ തിരുരക്തത്താലിനെ കഴുകണമേ, തിരുരക്തത്താലിന്റെ മനസ്സിനെ കഴുകണമേ, തിരുരക്തത്താലിന്റെ ചിന്തകളെ കഴുകണമേ, തിരുരക്തത്താലിന്റെ കണ്ണുകളെ കഴുകണമേ, തിരുരക്തത്താലിന്റെ എൻ്റെ കാതിനെ കഴുകണമേ, തിരുരക്തത്താലിന്റെ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. ജീവിതം വലിയൊരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, വലിയൊരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് ജീവിതം കടന്നു പോകും. ഹല്ലേലൂയ. ചെതി പറഞ്ഞ മക്കളെ മടുക്കാതെ പറഞ്ഞ ഏറ്റവും പുറകിരിക്കുന്ന എല്ലാവരും വിളിച്ച് അത് ഹല്ലേലൂയ വിളിച്ച്. നമ്മൾ ദൈവം ചെയ്യുന്നൊരു കാര്യം, നമുക്ക് പലപ്പോഴും കോവിഡ് വന്ന സമയത്ത് നമ്മൾ സാനിറ്റൈസേഷൻ ചെയ്യുമായിരുന്നു. അത് ഉറപ്പായിരുന്നു. നമ്മൾ പോയാലും വന്നാലും എടുത്താലും എന്തുകൊണ്ട് തിരിച്ചോരോട് നിനക്ക് അതിനേക്കാൾ എന്തുമാത്രം ആവശ്യമുള്ള കാര്യമെന്നറിയാം. ഒരു വഴിയിൽ ദൈവമേ എൻ്റെ കണ്ണുകളെ തിരിച്ചോ, ആവശ്യമില്ലാതെ കാണരുത്. സ്വയത്തിന്റെ തിരിച്ചോലയിൽ എൻ്റെ നാവ് ആവശ്യമില്ലാതെ ഞാൻ സംസാരിക്കരുത്. നമ്മളെ കണ്ണ് കെട്ടുപോവുക, നാവ് കെട്ടുപോവുക, കാത് കെട്ടുപോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചു നോക്കി, ജീവിതം മാറാൻ പോവുക. കർത്താവേ എൻ്റെ കരങ്ങളെ തിരിച്ചോല കൊണ്ട് കഴുകണം. ആവശ്യമില്ലാത്ത ഒരു കാര്യം ഈ കൈ കൊണ്ട് പിന്നെ ചെയ്യത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചിന്തകളെ തിരിച്ചോല കൊണ്ട് കഴുകണമേ. ആവശ്യമില്ലാത്തൊരു ചിന്ത മനസ്സിലേക്ക് പിന്നെ വരത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം മക്കളെ. അവന്റെ ശരീരത്തെ മുഴുവൻ മുറിവുകൾ, അവന്റെ തലയിൽ മുറിവ്, നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനാണ്. അവന്റെ തലയിൽ വെച്ച മുൾമുടി കണ്ണ് പോലും കുത്തിപ്പിളർന്നു എന്നാ പറയണത്. രോഗങ്ങള് നമ്മുടെ കാഴ്ചകളിൽ വരുന്ന പാപങ്ങൾ. അവന്റെ കൈകൾ കുത്തിപ്പിളർക്കപ്പെട്ടു. കരങ്ങളാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, അവന്റെ കാലുകൾ കുത്തിപ്പിളർക്കപ്പെടും. നമ്മൾ നടന്നു പോകും, നമ്മൾ ചെയ്യുന്ന നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ. അരുതാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യരുത്. കെണിയിൽപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യല്. ഒന്നുപോയി പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിക്കല്ല. ദൈവങ്ങളെ ജീവിതം പരീക്ഷണത്തിനുള്ളതല്ല. ഹല്ലേലൂയ, വലുതേറെ പേർക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു വലിയ സംരക്ഷണം, ഈ ഒരു വലിയ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഒരു കുടുംബജീവിതത്തിന് വേണം, പൗരോഹിത്യത്തിന് വേണം, ഒരു സന്യാസത്തിന് വേണം ഈ പ്രൊട്ടക്ഷൻ. നമ്മൾ വളരെ കൂളായിട്ടാണ് കോവിഡ് ഒന്ന് മരിക്കുന്ന വിചാരിച്ച് നമ്മൾ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. പക്ഷെ ജീവിക്കാൻ ആത്മാവിനൊരു പ്രൊട്ടക്ഷൻ വേണമെന്നറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ആത്മാവ് കെട്ടാ ജീവിതം കെട്ടു മക്കളെ. ചിന്തിക്കാറുണ്ടോ ഇത്? ആത്മാവ് കെട്ടുപോയൊരു വ്യക്തിയുടെ ജീവിതം കെട്ടു. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ദൈവവേദന പ്രാർത്ഥിക്കാൻ വന്നു. ആത്മഹത്യ വേണ്ടി കൈ മുറിച്ച് ബക്കറ്റിനകത്തോട്ട് വെച്ചുകൊണ്ടിരുന്നു. ഞാൻ ടെക്നിക്കൊന്നും പ്രയോഗിച്ച് നോക്കിയേക്കല്ല. ഒരു പുരുഷന്റെ കഥയാ. പുരുഷൻ ചെയ്യുന്ന പരിപാടിയല്ല ആത്മഹത്യ. ജീവിക്കാൻ നിവൃത്തിയില്ല, ജീവിക്കാൻ നിവൃത്തി. അവൻ പിന്നെ എന്ത് ചെയ്യുന്നേ? ഇവിടെ ഇരിപ്പുണ്ട്, എന്നോട് ക്ഷമിക്കണം. കുമ്പസാരിച്ചൊരു വർഷങ്ങളായി ചേട്ടായിക്ക് പ്രാർത്ഥനയോടൊന്നും വലിയ താല്പര്യം, ആത്മീയ കാര്യങ്ങളോട് താല്പര്യം. ദൈവങ്ങളെ, ദൈവം നിന്റെ ജീവിതത്തിൽ നിറങ്ങുന്ന നിമിഷം നിന്റെ ആസ്തിയിൽ നിന്ന് വേർപെടാൻ തുടങ്ങും. ഇത് ദൈവമക്കൾ തിരിച്ചറിഞ്ഞാണ്. തമ്പുരാനോട് ചേർന്ന് ആരുമായിരിക്കും വെല്ലുവിളിച്ചാ പറയണത്, വെല്ലുവിളിച്ചാ ചെന്നത് പറയണത്. ദൈവവുമായുള്ള ബന്ധമയയുമ്പോ നിന്റെ ജീവിതമായി ഇഞ്ഞ് തുടങ്ങും പൈതലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ ഈ ഒരു ബന്ധം വിമർശൻ പാവം വന്ന് നിൽക്കുക. കഴിഞ്ഞ ആഴ്ച ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും കൂടെ
വിമലഗിരിയിൽ അച്ഛനെ കാണാൻ പറഞ്ഞു വിട്ടൊക്കെ ഞായറാഴ്ച. എന്നിട്ട് ചെയ്ത പണിയാണ് ഇത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആ സമയത്തൊരു ബന്ധു, ഒരു കാര്യവുമില്ല അവന്. പിന്നെ വിളിച്ചിട്ട് ഫോണെടുക്കുന്നില്ല, ഒരു കാര്യമില്ല. അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ദേ ഇരിക്കുക. ആ വ്യക്തി അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവം അമ്മയും മക്കളും കൂടി എങ്ങോട്ട് വന്നതാ? പള്ളിയിലോട്ട്. ദൈവം വീട്ടിലോട്ട് പോകുമ്പോൾ ഇന്നലെ നീ പള്ളിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിന്റെ ദൈവം നിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യും. നീ പള്ളിയിലേക്ക് യാത്ര ചെയ്യുമ്പോ നിന്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ നിന്റെ ദൈവം എടുത്ത് മാറ്റുന്നത് കാണാൻ പറ്റും. ഞങ്ങൾ ഇതൊക്കെ തിരിച്ചറിവോടുകൂടി ചെയ്തോ മക്കളെ. ഇതൊക്കെ വെറുതെയാണെന്നൊന്നും വിചാരിക്കണ്ട, ഇതൊന്നും വെറുതെയാണെന്ന് വിചാരിക്കണ്ട. കർത്താവ് തരുന്ന ഒരു അത്ഭുതകരമായ അഭിഷേകമുണ്ട് മക്കളെ. തിരിച്ചറിഞ്ഞു, നീ പള്ളിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിന്റെ ദൈവം നിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യും. ബോധപ്പെട്ടോ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിൽ നിങ്ങളുടെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ ഒരു കോൺഫിഡൻസ് മക്കളെ. We are building up our lives. So the Lord is building up our lives. ഒരു ദൈവസന്നിധി വന്നിരിക്കുന്ന വ്യക്തി തന്റെ ജീവിതത്തെ പടുത്തുക അല്ല, നീ ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുക. നീ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ ദൈവം പണിതുയർത്താം മക്കളെ. He is building it up. Hallelujah. He is restoring it back. Hallelujah. അവൻ പുനർനിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുക. തകർന്നുപോയ അവസ്ഥകളിലേക്കൊക്കെ നിന്റെ ദൈവം ഇടപെടുക. ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ. ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ ദൈവം പണിയുണ്ട്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് നമ്മുടെ വീട് കർത്താവ് പണിയുന്ന കാര്യമെന്നാവും. നമ്മുടെ വീട് കർത്താവ് പണിയുന്ന കാര്യമൊന്നും അല്ലേ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നത് നിന്റെ ജീവിതമാകുന്ന ഭവനം, നിന്റെ ജീവിതത്തെ ഒരു ദൈവഭവനമായിട്ട് കർത്താവ് പണിതുയർത്താൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷിച്ച മക്കളെ, ദൈവത്തിൽ ആനന്ദിച്ചോ നീ? ആര് ദൈവത്തിലായിരിക്കുന്നോ അവന് ദൈവത്തിൽ ആനന്ദിക്കാം. ഹല്ലേലൂയ. ആര് ദൈവത്തിലായിരിക്കുന്നോ അവന് സമാധാനപ്പെടാം. ഹല്ലേലൂയ. നമുക്ക് ആദ്യ ചൊവ്വാഴ്ചയാണ്, 1-ാം തീയതി കൂടിയാണ്. നമുക്ക് നന്നായിട്ട് ഈ ജൂലൈ മാസം പറ്റുമെങ്കിൽ ഇന്ന് മുതൽ 13 നൊവേന ആരംഭിച്ചു. ഒരു 13 ദിവസത്തേന് അനേകം മക്കൾ മാസത്തിന് ആദ്യത്തെ 13 ദിവസങ്ങൾ നൊവേനയിൽ പ്രാർത്ഥിക്കും. ഇനി നിങ്ങൾക്ക് 30 ദിവസം ചൊല്ലി പ്രാർത്ഥിക്കും. ഒരു വിസ്മയം, ഒരു അത്ഭുതം, ഒരു അനുഗ്രഹം നിശ്ചയമായി ജീവിതത്തിൽ സംഭവിക്കും. അതിനു വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് ചൊല്ലുന്നത്. നിനക്കൊരിക്കലുമില്ലാത്തൊരു ദൈവബന്ധം, നിനക്കൊരിക്കലുമില്ലാത്തൊരു ദൈവസ്നേഹം, നിനക്ക് ഒരിക്കലുമില്ലാത്തൊരു ദൈവ അവബോധം. ഹല്ലേലൂയ. ജീവിതം മാറും മക്കളെ. അനേകം മക്കളെ ജീവിതങ്ങളെ സുന്ദരമാണെന്ന് വെച്ചാൽ കാണാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വീട് പണിതു. പണ്ട് കൂരപ്പരയായിരുന്നു. കർത്താവ് നല്ലൊരു വീട് അങ്ങോട്ട് പണിത് തരിക. പണ്ട് പെയിന്റ് അടിക്കാതെ കിടന്നാ വീട് പണിതിട്ടൊന്ന് പെയിന്റ് അടിച്ചിട്ട് അന്ന് വൈറ്റ് വാഷ് ഇട്ട് അടിച്ചതാ, ഒന്ന് പെയിന്റ് ചെയ്തിട്ടില്ല വീട്. കർത്താവ് നിന്റെ ജീവിതം പെയിന്റ് ചെയ്യാൻ തുടങ്ങാൻ പോവുക മക്കളെ. നിന്റെ ജീവിതത്തെ കർത്താവ് കളർഫുൾ ആക്കാൻ പോവുക. ഒരു സന്തോഷമൊന്നും ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ഒരിക്കലും സന്തോഷം, എന്നും കഷ്ടപ്പാടാണ്. ജീവിതത്തിൽ എന്തും ദുരിതമാ, ജീവിതത്തിൽ എന്തും ദുരന്തമാ. ഒരു സന്തോഷം ഉണ്ടാവണില്ല. ദൈവ പൈതല്, ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ പോവാ. ഇന്ന് മുതൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന് അനന്തമായ കരുണ, ദൈവത്തിന് അനന്തമായ സ്നേഹം, ദൈവത്തിന് അനന്തമായ പരിപാലനം. ഹല്ലേലൂയ, ചതിപ്പ ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആരോട് പറയുകയായിരുന്നു, വിമലേരി വന്നപ്പോഴാണ് അതിൻ്റെ ഓർമ്മ. ഒരു സർജറി, ക്യാൻസർ സർജറി കഴിഞ്ഞിട്ട് ഒരു ഭാഗം എടുക്കാൻ പറ്റില്ല. ഈ ട്യൂമറിൻ്റെ ഒരു ഭാഗം അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോകും. വലിയ അപകടം പിടിച്ച ഇപ്പോഴേ ഓർക്കും, നാളെ കിട്ടി. ഒരു അധ്യാപികയായത് അവരിവിടുന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അധ്യാപക കൂടെ സഹപ്രവർത്തകൻ പറഞ്ഞതാണ്. ടീച്ചർ അവിടെ പോയി പ്രാർത്ഥിച്ചു. ടീച്ചർ അടുത്ത സ്കാനിങ്ങിൽ ആ മുഴ അവിടെ കാണത്തില്ല.
ഞങ്ങളെ ഒരു ദൈവ പൈതൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യൻ മറ്റൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഞാൻ പ്രവചിച്ച് പറയുകയാണ്, അടുത്ത തവണ സ്കാൻ ചെയ്യുമ്പോൾ ടീച്ചറുടെ ശരീരത്തിൽ ആ ട്യൂമർ വെച്ച് ഡോക്ടർമാർ വെച്ചു എന്ന് പറഞ്ഞ ആ സംഗതി അവിടെ കാണത്തില്ല. വിശ്വസിക്കാന്ന് വിശ്വസിച്ച മക്കളെ. അദ്ദേഹം എന്നോട് കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച വിമലീരി വന്നപ്പോൾ എന്നോട് പറയില്ല, ചാ കഴിഞ്ഞ തവണ സ്കാനിങ് എന്ന് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തേ? അന്ന് എടുക്കാൻ മനുഷ്യന് ഡോക്ടറിന് എടുക്കാൻ പറ്റാത്ത ദൈവം എടുത്ത് മാറ്റി മക്കളെ. ഇത് വിശ്വാസമില്ലാത്തവരെല്ലാം കൂടിയാണോ മഴ നനഞ്ഞു വന്നവരാണോ? ഒന്ന് ഒച്ചത്തിൽ ഹല്ലേലൂയ വിളിച്ചേ. നല്ല സന്തോഷത്തോടെ ഇരിക്കണ കൊച്ചേ. ഒരുമാതിരി കാർമേഘം പോലെ മുഖം വെച്ചുകൊണ്ടിരിക്കാതെ നല്ല സന്തോഷമായിട്ടിരിക്കുക. സൂര്യൻ ഉദിച്ച പോലത്തെ മുഖം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തെ ഭയപ്പെടണ്ടെന്നേ, ജീവിതത്തെ ഭയപ്പെടണ്ട. നീ ദുഃഖിച്ചിരിക്കണ്ട, നീ നിരാശപ്പെടണ്ട. സുവിശേഷം കണ്ടില്ലേ? ഉറപ്പായിരുന്നു വള്ളം മുങ്ങണം. വള്ളം മുങ്ങുന്ന പത്രോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് കർത്താവ് വിളിച്ചൊന്നുമല്ല. വള്ളം മുങ്ങാൻ പോയപ്പോ പറയട്ടെ, ഓ ദൈവ പൈതല്, നിന്റെ വള്ളം മുങ്ങത്തില്ല. നിന്റെ വള്ളം മുങ്ങത്തില്ലടാ കൊച്ചേ. കാരണം നിന്റെ ദൈവം നിന്റെ ചങ്കിലുണ്ട്. നിന്റെ ദൈവം ചിലപ്പോ ഉറങ്ങിക്കിടക്കുമായിരിക്കും കേട്ടോ, അതെനിക്കറിയില്ല. ചിലരുടെ ചങ്കില് ദൈവം ഉറങ്ങിക്കിടക്കും, ചില ചങ്കില് നിന്റെ കർത്താവ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ നന്നായിട്ട് ഒരു പുതിയ മാസം നല്ലൊരു കുംഭസ്നാനം നടത്തുക, നല്ലൊരു കൈവപ്പ് ആശീർവാദം വാങ്ങിക്കുക, പുതിയ മാസം പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഏത് ദുശ്ശീലത്തിൽ നിൽക്കുന്നു ആ ദുശ്ശീലം ഇന്ന് മുതൽ ഇല്ലാന്ന് വെക്കുക. അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിൽ ഫോൺ ഉപയോഗിക്കുന്നില്ല തീരുമാനം എടുക്കുക. യൂട്യൂബിലോട്ട് കയറുന്നില്ല, അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു മാസം കയറുന്നില്ല തീരുമാനം എടുക്കാവും. ഫോൺ വിളിച്ചോ നിങ്ങള്. ജീവിതം മാറുടാ കുട്ട. ഈ ദൈവസന്നിധിയിൽ നീ എടുക്കുന്ന ഒരു തീരുമാനം മൂലം നിന്റെ ജീവിതം ദൈവം അഭിഷേകത്തിന്റെ അനുഗ്രഹത്തിന്റെ ജീവിതമാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം കർത്താവ് ധ്യാനിക്കാൻ തരിക. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും, ഈശോ പറയാം, and the true wine. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. നമ്മൾ ഈശോ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? എൻ്റെ പിതാവ് മുതലാളിയും ഞാൻ കൊച്ചു മുതലാളിയാണെന്നല്ല കർത്താവ് പറഞ്ഞത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? എൻ്റെ പിതാവ് കൃഷിക്കാരനും എൻ്റെ പിതാവ് നട്ടുവെച്ച് മുന്തിരിച്ചെടിയുമാണ്. മതി, അത്ര മതി. അതിൻ്റെ മുകളിലോട്ട് എനിക്ക് പോകണ്ടെന്നേ. നോക്കി, ഈശോയുടെ ദൈവബന്ധം കണ്ടോ മക്കൾ? എന്തെങ്കിലും ചെറുതാകുക ഈശോ നമ്മൾ തൃത്വത്തിന് തിരുനാൾ ആഘോഷിച്ചു. ഒരേ സബ്സ്റ്റൻസാ, മൂന്നാളുകൾക്ക് ഒരേ വ്യക്തിത്വ, അല്ല 3 വ്യക്തികളാണ്, പക്ഷെ ഒരേ അഭിഷേകമാ. 3 പേര് ദൈവത്തിൽ 3 ആളുകൾ. ഈശോ പറയും, ഞാൻ മുന്തിരിച്ചെടിയാണ് കേട്ടോ. സത്യത്തിൽ അപ്പനാണ് കൃഷിക്കാരൻ, ഞാൻ വെറും ചെടിയും അപ്പനൊരു മനുഷ്യനും. നോക്കിയേ മക്കളെ, അഹങ്കാരമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചധികം നടക്കാറില്ല മക്കളെ. ഒരു മുന്തിരിച്ചെടിയൊക്കെയാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒരു വണ്ട് കുത്തിയാൽ വാടിപ്പോകാനുള്ളത് ഞാനുള്ളതെന്നൊക്കെ പറയാൻ പറ്റുമോ നമുക്ക്? നമ്മൾ വലിയ കരുത്തരാന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ലേ? ഹല്ലേലൂയ, അത്ര കരുത്തൊന്നുമില്ല. കർത്താവിൻ്റെ മഴ പെയ്തില്ലെങ്കിൽ ഈ ചെടി വാടി. അങ്ങയുടെ വലത് കൈ നട്ട ഈ കൊച്ചും 82-ാം സങ്കീർത്തനം തോന്നുന്നു, 80. അങ്ങയുടെ വലത് കൈ നട്ട ഈ കൊച്ചു മുന്തിരിച്ചെടിയെ അങ്ങ് കടാക്ഷിക്കണമേ. ഹല്ലേലൂയ, ഒച്ചത്തി പറ ഹല്ലേലൂയ, ഒച്ചത്തി പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തൊരു പ്രാർത്ഥന! എനിക്ക് ആ പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ്. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക, അങ്ങയുടെ വലത് കൈ നട്ട ഈ കൊച്ചു മുന്തിരിച്ചെടിയെ. 80-ാം സങ്കീർത്തനമാണ്. ദൈവമേ, 80:15. അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. എന്തൊരു സന്തോഷമാണ് സത്യത്തിൽ നിന്ന് ആലോചിച്ച മക്കളെ. നമ്മളെ ചുറ്റും നിന്ന് പരിചരിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ?
നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ നിന്ന് പരിചരിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ്. നിന്റെ അടുക്കൽ വെള്ളവുമായിട്ട് വളവുമായിട്ട് നിൽക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ചെടികളിലൊന്നാണ് മുന്തിരിച്ചെടി. വളരെയധികം ശ്രദ്ധ വേണം. മുന്തിരിച്ചെടിയെ നിരന്തരം തഴുകിയില്ലെങ്കിൽ മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാവില്ലെന്നാണ് പറയണേ. ഒരുപാട് ശ്രദ്ധ വേണം. അതിൽ ചുവട് ശ്രദ്ധിക്കണം, അതിൻ്റെ ശിഖരങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ പൂപ്പിൽ തട്ടാൻ നോക്കണം, അതിനെ പ്രാണികൾ ആക്രമിക്കാതെ നോക്കണം. ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തുന്നത് പോലെ വേണം മുന്തിരിച്ചെടിയെ വളർത്താൻ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കർത്താവ് ഈ ഉപമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവ് വളർത്തുന്ന, എൻ്റെ പിതാവ് പരിഗണിക്കുന്ന, എൻ്റെ പിതാവ് പരിപാലിക്കുന്ന ഒരു കൊച്ചു മുന്തിരിച്ചെടി മാത്രമാണ് ഞാൻ. ഹല്ലേലൂയ. ഈ ഒരു ആത്മബോധം, ഈശോയുടെ ആത്മബോധമാണ് ഇവിടെ. ഞാൻ നിങ്ങൾ ഈ ദൈവം, ഗോഡ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മീ, ഗോഡ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മീ. നല്ല ഒരു മകൾ ഓടി വന്നിട്ട് ഞങ്ങളുടെ അനിയത്തി ഹോസ്പിറ്റലിലാണ്, സിസേറിയൻ കഴിഞ്ഞു, വെന്റിലേറ്ററിലാണ്, ലിവർ അഫക്റ്റഡാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛനെയും വിഷയം പറയുന്നത്. ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അത്ഭുതകരമായ സൗഖ്യം മകൾക്ക്, അത്ഭുതകരമായ സൗഖ്യം. സിസേറിയൻ കഴിഞ്ഞ കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് ഓക്കെയാണ്. പക്ഷേ 48 മണിക്കൂറിനോ 24 മണിക്കൂറിനോ ഇപ്പം കൊച്ചിനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അവളെ ഉറപ്പിച്ചോണടാ കുട്ട, നിന്റെ അടുക്കൽ നിന്ന് പരിചരിക്കുന്ന ഒരു ദൈവത്തെ നീ കാണണം. നിനക്ക് വേണ്ടതുപോലെ തരുന്നൊരു ദൈവം. അങ്ങനെ ചിന്തിച്ചോളാം. ഹല്ലേലൂയ. എന്തെങ്കിലും ദൈവക്ക് തന്നില്ലെന്ന് പറഞ്ഞ് പരാതിപ്പെടേണ്ട. നിനക്ക് ഇപ്പോഴത് തന്നാൽ ശരിയാവത്തില്ല. നിനക്ക് ഇപ്പൊ അത് തന്നാൽ ശരിയാവാത്തത് കൊണ്ട് നിനക്കത് തരാത്തത്. ഹല്ലേലൂയ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ച ട്രൂ വൈൻ. എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ പിതാവ് ചെയ്യുന്നൊരു കാര്യം കട്ടിങ് ഔട്ട്. ഇങ്ങനെ ശിഖരങ്ങൾ ചില ഓവർ ഗ്രോത്തുള്ള ശാഖകളുണ്ട്, വെട്ടിക്കളി. നമ്മളൊരു മുറിവ് കിട്ടുമ്പോൾ, ഒരു തട്ട് കിട്ടുമ്പോൾ, ഒരു മുട്ട് കിട്ടുമ്പോഴൊക്കെ നമ്മൾ വല്ലാതെ വിഷമിക്കാറില്ലേ? ഇത് കർത്താവിനെ വെട്ടിയൊരുക്കുന്നതാണെന്ന് ധ്യാനിക്കാൻ ദൈവമക്കൾക്ക് പറ്റുമെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ നീ കടന്നു പോകുന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരുപക്ഷെ ഇന്ന് നീ കടന്നു പോകുന്നൊരു കുടുംബ പ്രശ്നം, ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ജീവിത തകർച്ച. ആരാണ്ടാ പറഞ്ഞു വെച്ചോ പോകും, ഈ ആഴ്ച പോകും എൻ്റെ വീട്, ഈ ആഴ്ച എൻ്റെ വീട് ജപ്തിയാ. 3ാമത് തവണയാ ബാങ്കിൽ ഞായറാഴ്ച, ഇന്നലെ എന്നോട് പറഞ്ഞതാ, മിനിഞ്ഞാന്ന് പറഞ്ഞതാ. ബാങ്കുകാർ പറഞ്ഞിരിക്കുക 3ാമത്തെ തവണ അവർ വന്നാച്ചാൽ ഇനി ഇല്ലെന്ന് പറഞ്ഞിരിക്കും, ഇനിയൊന്നും പറയാനില്ല. അടുത്ത ജപ്തിയാച്ചോ, ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുക ജൂലൈ മാസത്തിൽ. ഞാൻ പറഞ്ഞേടാ കുഞ്ഞെ, നീ ജൂലൈ മാസം ഒന്നും നീ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോകുന്നില്ല. നിനക്ക് പോലും ചിന്തിക്കാത്തൊരു വഴിയിലൂടെ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കണം മക്കളെ, വിശ്വസിക്കണം. ഗോഡ് ഹാസ് അനദർ പ്ലാൻ. നിങ്ങൾ സാക്ഷ്യം കേട്ടതല്ല, ഇവിടെയാണോ അവിടെയാണോ എവിടെയാണെന്ന് ഞാൻ ഓർക്കണില്ല. ബാങ്ക് മാനേജർ ലോൺ ഒഴിവാക്കി കൊടുക്കുക, അവരുടെ കയ്യിലുള്ള പൈസ ഇട്ടിട്ട്. നിങ്ങൾ കേട്ടതല്ലേ ഒരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറയുന്നത്? നിങ്ങൾക്ക് ചിന്തിക്കാം, ഏത് ബാങ്ക് മാനേജർ അത് ചെയ്യും മക്കളെ? അയാളുടെ ശമ്പളമോ അയാളുടെ PFO എടുത്ത് ഇവർക്ക് ഇട്ട് കൊടുത്തിട്ട്, ഇവരുടെ ജപ്തി ഒഴിവാക്കി കൊടുത്തിട്ട്, പിന്നെ എനിക്കൊന്ന് അവർ തിരിച്ചടച്ചു, വേറെ ആരുണ്ടൊക്കെ സഹായിച്ച് തിരിച്ചടച്ചു. ക്യാൻ യു ഇമാജിൻ? നിങ്ങളെ ജപ്തി ചെയ്യേണ്ടവൻ തൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്തിട്ട് നിന്നെ സഹായിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഒരു പ്രതീക്ഷയില്ലാത്ത മനുഷ്യനെല്ലാം കൂടെ രാവിലെ ഒന്ന് കുത്തിപ്പിടിച്ചിരിക്കും. നല്ല ഒച്ചത്തിൽ ഹല്ലേലൂയ വിളിച്ച് ഞങ്ങള് എടാ കൊച്ച, നിനക്ക് ഇത്രയും കഴിച്ചു. ഇതിനപ്പുറത്തുണ്ട് ഒരു വർണ്ണപ്രപഞ്ചം, ഒരു അനുഗ്രഹ പ്രപഞ്ചം. നിന്റെ ദൈവം കൈകാര്യം ചെയ്യുന്നത് ഈ അനുഗ്രഹ പ്രപഞ്ചമാ, ഈ വർണ്ണപ്രപഞ്ചമാ. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തത് നിന്റെ ദൈവം അവിടെ ഒരുക്കി വെച്ചിരിക്കുക. തോറ്റുപോകല്ലേ മക്കളെ. ഈ പ്രഷറിന്റെ മരുന്നെല്ലാം കൂടെ വാങ്ങിച്ച് കഴിക്കാതെ, ഈ ഡിപ്രഷന്റെ മരുന്നെല്ലാം കൂടെ വാങ്ങിച്ച് കഴിക്കാതെ, ഹല്ലേലൂയ, സമാധാനമായിട്ട്. ഇന്നലത്തെ വചനം കിടപ്പുണ്ട്. പിറ്റേന്ന് തലവെട്ടുന്ന ദിവസമാണ് പത്രോസിന്റെ. അപ്പോസ്തലൻ നടപടി 12-ാം അധ്യായം. നാളെ തലവെട്ട. ഇന്ന് രാത്രി കിടന്ന് കൂക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക പത്രോസ്. എടാ കൂട്ടാ, വിശ്വാസം എന്താണ്? അവനെ കിടന്നുറങ്ങാനുള്ള കഴിവിന്റെ പേരാണ് കൊച്ച വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അല്ല, ഉറക്കം കിട്ടുപോയ ജീവിതത്തിന്റെ പേരല്ല വിശ്വാസം. നാളെ തലവെട്ടും.
മിനിഞ്ഞാന്ന് യാക്കോബിന്റെ തലവെട്ടിയതാ. ഈശോ. ഇന്ന് ആളെ ഇനി എന്നെ വെട്ടണ്ടേ? എന്നോടല്ലേ പറഞ്ഞ കുഞ്ഞാടുകളെ മേയിക്കാന്നൊക്കെ പറഞ്ഞ് എന്നോടല്ലേ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. യാക്കോബിനോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ട് യാക്കോബിന്റെ കഴുത്ത് വെട്ടി. ഹല്ലേലൂയ. ഞങ്ങൾ മൂത്രം ഒഴിക്കും അവിടെ കിടന്നുണ്ട്. മൂത്രം ഒഴിക്കും എന്റെ പൊന്നു മക്കള്. കൂട്ട വിശ്വാസത്തിനെ ബലപ്പെടുത്തോടാ മോനെ. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ നടപ്പാതയുടെ പേരാണ് പരിശുദ്ധ സഭ. അതിനോടാണ് ഈശോയുടെ നാമത്തെ വെച്ച പറയണേ, നിങ്ങൾക്ക് മുമ്പേ കുരിശ് വെളുത്ത് ചോര ഈ തെരുവിലൂടെ ഒഴുക്കിക്കൊണ്ട് കടന്നുപോയ ക്രിസ്തുവിന്റെ ആ രക്ത വഴിയിലൂടെയുള്ള നടപ്പിന്റെ പേരാ മക്കളെ വിശ്വാസം. ജീവിക്കണോടാ കൊച്ച. ആത്മഹത്യ അല്ലടാ നിന്റെ വിധി. ആത്മഹത്യ ഞാൻ അറിഞ്ഞതല്ല. ഒന്നിന്റെ അവസാനമൊന്നും അല്ല മക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒന്നും. ഒരു കുടുംബം എന്തോ ഗുരുത്വത്തിന് പിരിയുന്നതിന് മുമ്പ് ആശീർവാദം വാങ്ങിക്കാൻ വന്നതാ. പെങ്കൊച്ച് വർത്താനം പറഞ്ഞു, ചെറുക്കനെ വിളിച്ച് ചെറുക്കൻ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞടാ, ഇനിയൊരു പെണ്ണിനെ നിന്റെ കൈ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവനാ തീരുമാനം. അവളെ ഉപേക്ഷിക്കാൻ പോവുക. അവൻ്റേതായ കാരണങ്ങളുണ്ട്. 1, 2, 3. ഞാൻ അവസാനം അവനോട് ചോദിച്ചേ, ഈ 3 കാര്യത്തിൽ നീ ചെയ്യാത്ത കാര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചു. നീ നിന്റെ ഭാര്യ ചെയ്തു എന്ന് പറഞ്ഞ 3 തെറ്റുകൾ, ഈ 3 തെറ്റിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നീ ചെയ്യാതുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വിവാഹമോചനത്തിന് അനുവാദം തരാമെന്ന് പറഞ്ഞു. ഉടുപ്പെ പിടിച്ച് കുലുക്കുമ്പോഴേ അന്നേരം അറിയും നമ്മുടെ തനി സ്വഭാവം. വെള്ളഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുക, പിടിച്ചൊന്ന് കുലുക്കി കഴിയുമ്പോൾ അറിയാം മക്കളെ. ധ്യാനത്തിന് പോകാൻ പറഞ്ഞു വിട്ടിരിക്കുക. സമാധാനമായിട്ട് ജീവിക്കുക. വസന്തോ നീ പറയുന്ന തെറ്റ് ചെയ്യാത്തവനാണോ നീ കുറ്റപ്പെടുത്തുന്ന കാര്യം 9 തവണ ചെയ്തിട്ടല്ലേ നീ മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? തീരുക എന്ന് പറഞ്ഞതാ, തീർക്കാൻ വന്നതാ. അല്ല മക്കളെ, ന്യൂ ബിഗിനിങ് മക്കളെ. വെട്ടുന്നതേ കമ്പ് ഉണങ്ങിപ്പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ലെന്ന്. ആ വെട്ടിയെടുത്തൊന്ന് പൊട്ടിക്കെളുക്കും മക്കളെ. വെട്ടുന്നത് വെട്ടി നശിപ്പിക്കാനല്ല, വെട്ടുന്നത് പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ടാ. പുതിയ ആളുകളാണ് ഇന്ന് വന്നേക്കുന്നൊന്നും, മുഴുവൻ ഇന്ന് പുതിയ ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. ആരും ഹല്ലേലൂയ ഒന്നും വിളിക്കാതിരിക്കുന്നതാണ് ആദ്യമായിട്ട് വരുന്നവരെ പോലെ. നോക്കിയേ, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് വെട്ടി. നമ്മൾ ഒരു ദുരന്ത കഥയും കൂടെ പരിശുദ്ധാൽ ഓർമ്മിപ്പിച്ചാൽ, നീ ഫലം നീ ഒരു വൈദികൻ എന്ന നിലയിൽ നീ പൗരോഹിത്യ ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ, നീ ഒരു സന്യാസിനി എന്ന നിലയിൽ സന്യാസത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ, നീ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ കുടുംബനാഥന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ, നീ ഒരു അമ്മ എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ നീ ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ, I will cut you off. വെട്ടിക്കളയും മക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ഈ തീർത്ഥാടന ശുശ്രൂഷ ഞാൻ ആരും പറഞ്ഞു വിട്ടിട്ടില്ല കേട്ടോ. ഇന്ന് വരെ ഞാൻ ആരും പറഞ്ഞു വിട്ടിട്ടില്ല. വരണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വെട്ടപ്പെട്ടു പോയതാണ്. ഈ ശുശ്രൂഷയുമായിട്ട് ചേർന്ന് നിൽക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം കൂടെ തന്നെത്താനെ ഇട്ടുകൊടുത്ത് പോയവരേ ഉള്ളൂ. ഞാൻ എൻ്റെ അനുഭവം പറയുക. ഇത് ഞാൻ ആരും പറഞ്ഞു വിട്ട് ഇന്ന് വരെ വിട്ടിട്ടില്ല. എത്ര വർഷമായി നിങ്ങളൊന്ന് ആലോചിച്ചേ. ഈ ചേട്ടൻ ഇവിടെ ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ വാ, ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിട്ടിട്ടില്ല. ഇവിടെ നിൽക്കാൻ പറ്റില്ല മക്കൾ അങ്ങനെ. ഞാൻ പറഞ്ഞ ചേട്ടായില്ലേ കഴിഞ്ഞ ദിവസം, പുള്ളി ആത്മഹത്യാക്കുറിപ്പ് പോലും എഴുതി വെച്ചതാ. ഇന്നലെ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നോ ചേച്ചി കൊണ്ടത്, അതൊക്കെ തപ്പിയെടുത്തന്നെ വന്നേക്കുന്നേ. കൊണ്ടു തന്നു. എനിക്ക് ജീവിക്കാൻ അവകാശമില്ല, അതുകൊണ്ട് ഞാൻ മരിക്കുക എന്നൊക്കെ തീരുമാനിക്കാൻ നീ ആരടാ കൂട്ടാ?
നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത നിന്റെ ജീവിതമാണെങ്കിൽ നിനക്ക് തീരുമാനമെടുക്കാം. ഒരു ദാനമായിട്ട് നിനക്ക് കിട്ടിയ ജീവിതത്തെ അങ്ങനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ നിനക്കാൻ്റെ അവകാശം തന്നേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം എന്താ പള്ളിമുറ്റത്ത് നിൽപ്പുണ്ട് ഒരു കൊച്ച്. ഇപ്പം നിൽപ്പുണ്ട്. ഞാൻ ബെഞ്ചരിപ്പിൻ്റെ സമയത്ത് ഞാനതിൽ പാസ് ചെയ്യുമ്പം ഹാർട്ട് ബീറ്റ് ഇല്ല. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുക. 2 പിള്ളേർ, ഹസ്ബൻഡും വൈഫും. എടാ കൊച്ച, നിനക്ക് ഹാർട്ട് ബീറ്റ് അമ്മയുടെ വയറ്റി വെച്ച് തന്നത് നിന്റെ പ്രത്യേക ഗുണം കൊണ്ടൊന്നുമല്ല. ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ഇരുന്ന് വചനം കേൾക്കുന്ന മക്കൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളെ പറ്റി ദൈവത്തിന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പദ്ധതി, ഒരു അനുഗ്രഹം, ഒരു കൃപ നിങ്ങളുടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നത് മോർ ഫ്രൂട്ട്. മക്കളെ, കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ദൈവങ്ങളെ, നീ വലിയൊരു വിശ്വാസത്തിന് ഉടമയായിട്ട് നിന്റെ ജീവിതം വാങ്ങാൻ പോവാ. വെച്ചേ നിന്റെ ജീവിതത്തിന് ആനന്ദത്തിന് പുതിയ ഫ്ലേവർ കിട്ടാൻ പോവുക. നിന്റെ ജീവിതത്തിന് പുതിയ ശോഭ തരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. ഷുവർ മക്കളെ, അവനല്ലേ ചെയ്യുന്നത്. ഈസ് പെർഫെക്റ്റ്. ദൈവം പെർഫെക്റ്റാ മക്കളെ. ആ ദൈവം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്തു തരും. നീ തോറ്റുപോയി, വീണുപോയി, പരാജയപ്പെട്ടു പോയി, നാണം കെട്ടുപോയി, തളർന്നുപോയി, എന്റെ കുടുംബത്തിൽ എന്നെ പോലെ ഒരുത്തനില്ല എന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ്, നീയാണ് ബെസ്റ്റ്. ഇതാ കർത്താവ് ഈ ദിവസത്തിന് ദ ബെസ്റ്റ് ആക്കി മാറ്റാൻ പോവുക, കൂടുതൽ ഫലം പ്രകടിപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളൂ. ഈ പറഞ്ഞ വചനം ആര് സ്വീകരിക്കുന്നു അവർ വിശുദ്ധരായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ പിന്നെ മനസ്സിൽ കലർപ്പില്ല, മനസ്സ് കലങ്ങത്തില്ല. പിന്നെ ഇറ്റ്സ് ഗോഡ്സ് വർക്ക്. വണ്ടി ഇടിച്ചു, ദൈവത്തിന്റെ പദ്ധതി. തലകുത്തി വീണു, ദൈവത്തിന്റെ പദ്ധതി. ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു, ദൈവത്തിന്റെ പദ്ധതി. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് കരഞ്ഞുകൊണ്ട് വന്നു. കൊച്ചിനങ്ങനെ വന്നാ, കുഞ്ഞു കൊച്ച്. അവൾക്ക് എന്നാ പറയാ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയെന്നോ ക്ലാസ്സിൽ റാങ്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ഭയങ്കര കരച്ചിൽ. അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളല്ല, ഇവള് സഹായിച്ച കുട്ടികൾക്കെല്ലാം നല്ല മാർക്ക്, ഇവൾക്കില്ല. നേഴ്സിങ്ങിനെ പറ്റുവാ. അതെന്നാ പറയാനാ. ഞാൻ പറഞ്ഞു, കൊച്ചാ നിൻ്റെ വിഷയം എന്താ? നിൻ്റെ കൂട്ടുകാർക്ക് മാർക്ക് കിട്ടിയതാണോ അതോ നിനക്ക് മാർക്ക് കുറഞ്ഞു പോയതാണോ? നിൻ്റെ വിഷയം എന്നാന്ന് പറയാൻ പറഞ്ഞു. അവൾക്ക് വിഷയമില്ല. അവൾ പഠിപ്പിച്ച കുട്ടികൾക്കെല്ലാം നല്ല. ഞാൻ പറഞ്ഞടി മോളെ, നീ ഒന്ന് ചിന്തിച്ചേ, ആ പൊട്ടികളെ എല്ലാം കൂടെ നീരുത്തി പഠിപ്പിച്ചിട്ട് ആ പൊട്ടികളൊക്കെ മിടുക്കിയായെങ്കിൽ ആരാടി മിടുക്കിന്ന് ചോദിച്ചു. നോക്കണം മകളെ, ഈ കൊച്ചു കരഞ്ഞോണ്ട് പോയി. അവൾക്ക് ഭയങ്കര സങ്കടമായി. അവൾ വീട്ടിൽ വന്നിരിക്കുക. ഇപ്പോൾ എവിടെയാ? മംഗലാപുരത്ത് അങ്ങനെ പഠിക്കുന്ന കുട്ടിയാ. ഞാൻ പറഞ്ഞു, നിൻ്റെ തലയ്ക്കകത്ത് നിന്ന് ആളൊന്നും ഇല്ലെന്ന് ചോദിച്ചു. നമ്മൾ എന്തിനെയൊക്കെ പറ്റിയത് നമ്മളെ സന്തോഷം, മറ്റൊരാൾക്കൊരു ഉയർച്ച വന്നാൽ സന്തോഷിക്കണം മക്കളെ. നിങ്ങൾ ഇതൊന്ന് നമ്മൾ ചിന്തിച്ചു. നിങ്ങളുടെ ജീവിതം ഉയരാൻ പോവുക. വേറൊരുത്തിന് ജീവിതത്തിൽ ഒരു ഉയർച്ച വന്ന, അല്ലെങ്കിൽ അസൂയ കയറും മക്കളെ. അസൂയ കയറും. നമുക്കൊക്കെ അസൂയയുടെ പൂരപ്പുറം നമ്മളൊക്കെ അസൂയ മുഴുവൻ. ഒരുത്തം ഗുണം പിടിച്ചാൽ നമ്മൾ കാലെ പിടിച്ച് വലിച്ചു താഴോട്ടിടും. ലഡം ഗ്രോ മക്കളെ. ബാക്കി എല്ലാവരും വളരട്ടെ. ക്രിസ്തു അങ്ങനെ ആയിരുന്നെന്ന് 12 ശിഷ്യന്മാരെ മുമ്പോട്ട് വിട്ടിട്ട് ഈശോ പിൻവാങ്ങി മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അയലോക്കക്കാർ അവര് വളരട്ടെന്ന്. ഒരു 3 അടി ഗുണം കിട്ടിയ വഴി കൊടുക്കണം. അത് ഹല്ലേലൂയ. ചുമ്മാ ചേട്ടനുമായിട്ട് കേസിന് പോകല്ല, അനിയനുമായിട്ട് കേസിന് പോകല്ല, അപ്പനും അമ്മയായിട്ട് കേസിന് ഒരു കാലം വെച്ചാലും പോയേക്കല്ല. കുടുംബത്തിന് അടുത്ത ഇളകും. കഴിഞ്ഞ ദിവസം വന്നതാ. അപ്പനും അമ്മയും കൂടെ എല്ലാം കൂടെ എഴുതി കൊടുത്തു. എന്തു പറ്റി? പെങ്കൊച്ച. അവൾ നോക്കൂന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സുഖിപ്പിച്ച് നിർത്തിയിട്ട് എഴുത്ത് കഴിഞ്ഞപ്പം മരുമോനും മകളും കൂടെ പിടിച്ച് വെളിയിലാക്കി. ചുമ്മാ പറയുന്ന കഥയല്ല. എന്നാ നിങ്ങൾ പറയുന്നതിനെ പറ്റി? ആ അമ്മയ്ക്കാണ് ക്യാൻസർ. ഈ അമ്മയ്ക്ക് ക്യാൻസർ. അപ്പൻ പ്രായമായ മനുഷ്യൻ. ദൈവങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഉരുളുപൊട്ടലൊക്കെ എവിടെ ഉണ്ടാകാവുന്നല്ലേ മക്കളെ? ഒരു മരം ഒടിഞ്ഞ് വീഴാനൊന്നും അധികം സമയമൊന്നും വേണ്ടെന്നേ.
ഇല്ലേ? ഞാൻ ചുമ്മാ പറയുന്നത്, പേടിപ്പിക്കാൻ പറയുന്നില്ല മക്കളെ. നമുക്ക് അല്പം കൂടി ജെനുവിനായിട്ടൊക്കെ ജീവിച്ചാൽ എന്താ മക്കളെ? നമുക്ക് അല്പം കൂടി സിൻസിയറായിട്ട് ജീവിതത്തിൽ അല്പം കൂടി ആത്മാർത്ഥതയോടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒത്തിരി സമയമല്ലേ, നമുക്ക് പെട്ടെന്ന് പോകാം. നമ്മൾ ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കണം മക്കളെ. നമ്മൾ കേൾക്കുന്ന വചനം നമ്മളെ കഴുകിക്കൊണ്ടിരിക്കണം. നിങ്ങൾ കുർബാനയ്ക്ക് അച്ഛന്മാരി ചൊല്ലുന്ന ഭാഗത്ത് ഈ വചനം നമ്മളെ കർത്താവെ ആത്മാവിലും മനസ്സിലും എന്നെ ശുദ്ധീകരിക്കണമേ. നിങ്ങളുടെ വചനം എന്നായോഗ്യം പ്രഘോഷിക്കാൻ എൻ്റെ അധരങ്ങളെയും മനസ്സിനെയും അങ്ങ് ശുദ്ധമാക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാ വചനം പറയുന്നതിന് മുമ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ വാചകം എഴുതുമ്പോൾ ഒന്നും നീ ബലപ്പെട്ടാടാ വെച്ചേ. ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ, ലോകത്തിന്റെ കണക്കൾക്കപ്പുറത്ത് നീയും നിന്റെ ദൈവവും തമ്മിലിരുന്ന് ചില തീരുമാനങ്ങൾ ഈ ജൂലൈ മാസം 1-ാം തീയതി എടുക്കണം. എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ ഈ മാസം വരുത്താൻ പോവാ. എന്റെ ജീവിതത്തിന്റെ പുതിയൊരു ഔട്ട്ലുക്ക്, ഒരു പുതിയ ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വിദേശത്തായിരുന്നു. അപ്പനോ അമ്മയോ ആരുടെ മരിച്ചിട്ട് വന്ന, ഒത്തിരി പേർക്ക് പറ്റാം. ഒന്നാമത് ഇത് നോക്കിച്ചു വാ. എടുത്തയാടി ഓടിക്കറി ഇവിടെ വന്നു. അപ്പൻ്റെ ചവടക്കം കഴിഞ്ഞിട്ട് ഇതാ തിരിച്ചു പോകാൻ നോക്കുമ്പോഴത്തേന് വീസ എക്സ്പയർഡ്. വീസ ഇല്ല. ആൾക്ക് തന്നെ 52 വയസ്സോ 54 വയസ്സോ 50 വയസ്സിന് മുകളിൽ വീസയെ അടിക്കത്തുമില്ല. എന്നെ ചെയ്യും? അവർക്ക് ഇഷ്ടമാണ്, കമ്പനിക്ക് ഇയാളെ ഇഷ്ടമാണ്, പക്ഷെ വീസ കിട്ടത്തില്ല. 50 വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്ക് വീസ അടിക്കത്തില്ല. എന്ത് ചെയ്യും? അപ്പം മരിച്ചെന്ന് പറഞ്ഞ പാടെ ഓടി പ്രാർത്ഥന വന്നതാണ്. ആകാശ വിമലേരി പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞ പൊന്നേട്ടാ, സ്വർഗത്തിൻ്റെ ഒരു പദ്ധതി കാണുകയല്ലേ, സ്വർഗത്തിൻ്റെ ഒരു പദ്ധതി കാണുകയില്ലേ ഏട്ടാ. ചേട്ടൻ പ്രാർത്ഥിച്ചോളാം. സാധനം കൊടുക്കുന്ന മരുന്ന് കൊടുത്തു. 13 നോവേന പിടിച്ചോളാൻ പറഞ്ഞു. ദിവസം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. കൂടുതൽ ഡോസേജ് കൂടുതൽ വേണമല്ലോ, കാരണം 50 വയസ്സ് കഴിഞ്ഞാൽ ഡോസ് കൂടുതൽ വേണം പറഞ്ഞു. ഉപവാസം എടുക്കാൻ പറഞ്ഞു. ഉപവാസം എടുത്താലും പറഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞു. പറ്റുമെങ്കിൽ നോയമ്പും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇറച്ചിയും മീനും മുട്ടയും ഒന്നും തൊടണ്ട, അത്യാവശ്യം വേണ്ട ഭക്ഷണം കഴിച്ച് ചേട്ടൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുക. അച്ഛാ അതെ വീസ അടിച്ചു കിട്ടിയിരിക്കുക. മകളെ അച്ഛന് പറഞ്ഞ എന്തിനാണെന്നറിയോ? ദൈവത്തിൻ്റെ വഴിയുണ്ടാവും. ഗോഡ് ഹാസ് ആൻ ഓൾട്ടർനേറ്റീവ്. ഗോഡ് ഹാസ് ആൻ ഓൾട്ടർനേറ്റീവ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊല്ലത്ത് പോയി. കൊല്ലം രൂപതയുടെ തിരുഹൃദയ ജൂബിലി ആഘോഷം. അച്ഛനുണ്ടോ? അച്ഛന് പള്ളിയൊക്കെ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു രൂപ. അപ്പോൾ കുറച്ചധികം പൈസ വരും. സാധാരണ ഇടവക്കാരുള്ള പള്ളിയാണ്. ഈ അച്ഛൻ വലിയ വിഷമായി. ആരുമില്ല, ഇനി ചെയ്യാനൊന്നുമില്ല. ഉള്ള പൈസയെല്ലാം പിരിച്ചെടുത്തിട്ടായി പള്ളി ഉണ്ടാക്കുന്നത്. അച്ഛനെ വിഷമിച്ച് ഇതുപോലെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ അച്ഛനെ പ്രാർത്ഥിച്ച് അച്ഛനിങ്ങനെ പോയി കിടക്കുക. മൈഗ്രെയിൻ വന്നു. ഈ ചിന്ത ഇങ്ങനെ കയറി അച്ഛൻ ടെൻഷൻ കൂടി അച്ഛന് മൈഗ്രെയിനും കൂടെ വന്നെന്ന് പറഞ്ഞ്. അച്ഛൻ മൈഗ്രെയിൻ വന്നിങ്ങനെ വല്ലാതെ ഇങ്ങനെ കിടന്ന് സഹിച്ച് ഇങ്ങനെ കിടക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പള്ളിയിൽ രൂപ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മൈഗ്രെയിനാണ്. ആ സമയത്ത് വേറെ ശാസ്താംകോട്ടയോ ശക്തികുളങ്ങരയോ അവിടെ നിന്ന് അങ്ങോട്ടൊരു ഫോൺ കോൾ അച്ഛന് വന്നിട്ട് പറയാം, അവിടെ പള്ളി പണി എന്നതൊക്കെ കേട്ടല്ലോ, എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു മാതാവിൻ്റെ രൂപം എനിക്ക് ഓഫർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അച്ഛന് തന്നാൽ അച്ഛനത് വാങ്ങിക്കുമെന്ന്. കണ്ണ് എന്നോട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ കഥയാണ് ഞാനീ പറയണത്. ഗോഡ് ഹാസ് ആൻ ഓൾട്ടർനേറ്റീവ്. മക്കളെ, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ നിയോഗ പ്രാർത്ഥനയില്ലേ, നിങ്ങൾ എഴുതിയിരിക്കുന്ന നിയോഗത്തിനപ്പുറത്ത് ദൈവത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഗോഡ് ഹാസ് എ ന്യൂ വേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. ഇത് കർത്താവ് വെട്ടിയതാ. ജീവിതത്തിൽ ഓരോന്ന് വരുമ്പോൾ കർത്താവ് വെട്ടിയതാ ഇത്. ആമേൻ. ഇത് കർത്താവ് വെട്ടിയതാ. ആമേൻ. ഒരു കുഴപ്പമില്ല. ആമേൻ. ജീവിതത്തെ എവിടെ ആയിക്കൊള്ളാടോ മക്കളെ, ഏത് തകർച്ചയിലായിക്കൊള്ളട്ടെ. ആ മനുഷ്യൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ. പെൺകുട്ടിക്ക് 95% മാർക്കുണ്ടായിരുന്നു +2-ന്. മോളെന്നെടുക്കുക, ലുലുവിൽ തൂത്തുവാരിക്കൊണ്ടിരിക്കുക. ചങ്ക് പൊട്ടിപ്പോയി മക്കളെ. പഠിക്കാൻ കഴിവുള്ളൊരു പെൺകുട്ടി. ഞാനും നിങ്ങളൊക്കെ ബാങ്കിൽ FD ഇട്ട് വെച്ചേക്കപ്പോൾ ഫീസ് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ലുലുവിൽ തൂത്തുവാരുക. 18 വയസ്സുള്ള പെങ്കൊച്ച്. എന്നാ പറയണേ നമ്മൾ? സത്യത ഞാൻ തകർന്നു പോയി, അങ്ങ് ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവിടെ ഏതാണ്ട് ഞാൻ എൻ്റെ പൊന്നോളം നീ നേഴ്സിങ്ങിന് പോകണം. ഇന്നത്തെ കാലത്ത് പെങ്കൊച്ചുങ്ങൾക്ക് നീ വരാൻ പറഞ്ഞു. നമുക്ക് നോക്കാം കൊച്ചേ, നമുക്ക് എവിടുന്നേലും പൈസ കിട്ടും, നീ വാ. നിനക്ക് കിട്ടില്ല, നീ വാ, ഞാൻ എവിടുന്നേലും ഉണ്ടാക്കി തരാം.
ദൈവമക്കളെ, ഞാൻ പിന്നെ ഓർത്ത് ഈ മനുഷ്യൻ ഈ പണി ചെയ്തില്ല, ആ കുടുംബം അടഞ്ഞങ്ങ് പോയേനെ. ഈ മനുഷ്യനെ ആത്മഹത്യ പോയതുകൊണ്ടല്ലേ ഈ കെട്ട് സെറ്റ് മുഴുവനൊക്കെ എൻ്റെ മുമ്പിലോട്ട് ഒന്ന് ആടിയത്. ദൈവമക്കളെ, ഒരു തിന്മയെ പോലും ഒരു നന്മയാക്കാൻ, ഒരു അനുഗ്രഹമാക്കാൻ, ഒരു കൃപയാക്കാൻ നിന്റെ ദൈവത്തിന് കഴിയോ? നീ ചെയ്യുന്ന പാപത്തെ പോലും ഒരു പുണ്യമാക്കി, ഒരു അനുഗ്രഹമാക്കി മാറ്റുക നിന്റെ ദൈവത്തിന് കഴിയോ? ഹല്ലേലൂയ. ഞാൻ അത്ഭുതപ്പെടുക മക്കളെ. ഞാൻ ദൈവത്തിന്റെ പദ്ധതി തെളിയുന്നേ. ഇനി അവർക്ക് നശിച്ചു പോകാൻ പറ്റില്ല. ഇനി ആ കുടുംബത്തെ പിശാച് നശിപ്പിക്കാൻ നോക്കി, അവസാനം പിശാച് തോറ്റുപോയി. ഇനി ആ കുടുംബം നശിച്ചു പോകത്തില്ല. ഉറപ്പ് അയാളെ എഴുന്നേക്കും. അയാൾ ജോലി ഉണ്ടാക്കും, അയാൾ കൊച്ചു പഠിക്കും, അവള് മിടുക്കിയാകും, അവള് വിദേശത്ത് പോയി പണം ഉണ്ടാക്കും, അവള് കുടുംബം രക്ഷപ്പെടും. ആ കുടുംബത്തിന്റെ അഡ്രസ് കർത്താവ് മാറ്റാൻ പോവുക. കർത്താവ് വെട്ടിയൊരുക്കിയതാ മക്കളെ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞപ്പോൾ യുവാവ് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഞാൻ തരാമെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ. ഉറപ്പാ കൊച്ചു പഠിക്കും, എനിക്ക് ഉറപ്പാ. ഒരു യുവാവ് ഞാൻ പറഞ്ഞു ഷെയർ ചെയ്തപ്പോൾ ഒരു പയ്യൻ പറഞ്ഞ അവന് കോൺട്രാക്ട് പണിയൊക്കെ ആയിട്ട് നടക്കുന്ന കൊച്ചാ. ഞാൻ തരാച്ചോ, എൻ്റെ കയ്യിലുള്ളത് ഞാൻ തരാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം വെട്ട് കിട്ടുമ്പോൾ പൊട്ടിക്കിൾക്കാനെന്ന് ദൈവമക്കളെ ഓർത്തണം. എഴുന്നേറ്റുള്ള നമുക്ക് സമയമായി. ഇരു കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ച മകൾ ഇതില് ഒരുപക്ഷെ വെട്ട് കിട്ടിയ ഒരു ജീവിതമായിരിക്കാം, തകർന്നു പോയ ഒരു ജീവിതമായിരിക്കാം, ദുരന്തത്തിലായിരിക്കുന്ന ജീവിതമായിരിക്കാം. ഇരു കരങ്ങൾ തമ്പുരാന്റെ മക്കളിലേക്ക് നീട്ടി ഒച്ചത്തിൽ നിലവിളിച്ച് ഈശോയേ, ഈശോയേ, ദൈവമേ, നീ മുന്തിരിച്ചെടിയാണല്ലോ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ ശാഖയാണെന്ന് പറഞ്ഞല്ലോ കർത്താവ്. നീ വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയാൻ കർത്താവ്. കൂടുതൽ ഫലമുണ്ടാകാൻ വേണ്ടി നീ എന്നെ വെട്ടിയൊരുക്കുകയാണല്ലോ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ